ദിവസം ആലപ്പുഴയിൽ നിന്നൊരമ്മ വേദനയോടെ വിളിച്ചു ചോദിച്ചു, ഞാൻ 21 തവണ നാരങ്ങാ വഴിപാടുകൾ മുടക്കമില്ലാതെ ഭഗവാന് സമർപ്പിച്ചു, എന്നിട്ട് ഒരു ഫലവും കിട്ടിയില്ല. ഇതൊക്കെ സാധാരണക്കാരെ പറ്റിക്കാനല്ലേ? ഈ ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഭഗവാന് നാരങ്ങ ഒന്നും ആവശ്യമില്ല, ആവശ്യം നമ്മുടേതാണ്. വഴിപാടുകൾ ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ള ഇടപാടല്ല. ഇത് കൊടുത്താൽ അത് കിട്ടുമെന്ന ചിന്തയോടെ ചെയ്യുന്ന വഴിപാടുകളിൽ ഫലപ്രാപ്തി കുറവായിരിക്കും. ഓരോ വഴിപാടിൻ്റെയും യഥാർത്ഥ ലക്ഷ്യം നമ്മുടെ ശരീരത്തിലെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും മനസ്സിനെ ഏകാഗ്രതയോടെ ആഗ്രഹ സഫലീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാണ്. അതിന് ചില വിധികളും ക്രമങ്ങളുമുണ്ട്. അവ തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടാതിരിക്കാനാണ് പല കാര്യങ്ങളും ഗോപ്യമായി സൂക്ഷിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ 1000 പേർ കേട്ടാൽ 10 പേർ മാത്രമേ അത് ശരിയായി അനുഷ്ഠിക്കൂ. മറ്റുള്ളവർ സംശയിക്കും, അന്ധവിശ്വാസമെന്ന് മുദ്ര കുത്തും, അല്ലെങ്കിൽ പരീക്ഷണമായി ചെയ്തു നോക്കും. പക്ഷേ ആത്മീയ ക്രമങ്ങൾ പരീക്ഷണ വിഷയമല്ല. അവ അനുഭവത്തിലൂടെ മാത്രമാണ് ഫലം നൽകുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏത് ദേവതത്വമാണ് പ്രബലമെന്ന് ഗ്രഹനില പ്രകാരം പരിശോധിച്ച് വഴിപാടുകൾ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഫലപ്രാപ്തി ഉണ്ടാകുന്നത്. അതിനായി പല കാര്യങ്ങളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ചിലർ പറയും, ഇതെല്ലാം കാശുണ്ടാക്കാനുള്ള മാർഗമാണ് എന്ന്. ഒരിക്കലുമല്ല. ശ്രീ ഗായത്രി മഠം ആരിൽ നിന്നും പ്രതിഫലം ചോദിച്ചു വാങ്ങാറില്ല. ഉപാസനാമൂർത്തികളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹത്തോടുകൂടി ചെയ്യുന്ന സേവനങ്ങൾക്ക് സഹജീവികളുടെ വിശപ്പകറ്റുവാനായി ഉപയോഗിക്കുന്ന ദക്ഷിണ മാത്രമാണ് സ്വീകരിക്കുന്നത്. അത് മനുഷ്യൻ്റേതായാലും മൃഗങ്ങളുടേതായാലും. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഗ്രഹനില പരിശോധിച്ച് ചെയ്യേണ്ട വഴിപാടുകൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. എപ്പോഴും വിളിച്ചാൽ കിട്ടണമെന്നില്ല. അതിനാൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. ആവശ്യമായ ഞങ്ങൾ തിരികെ വിളിക്കും. ഓർക്കുക, വിശ്വാസം ഇടപാടല്ല, അതൊരു ആത്മീയ യാത്രയാണ്.